ചേർത്തലയിലെ ഓൺലൈൻ തട്ടിപ്പിൽ അറസ്റ്റിലായ തായ്വാൻ പൗരന്മാരായ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. 8 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചത്. രഘുനാരായണൻ രഘുവിവരങ്ങൾ. ഇന്നലെയാണ് അഹമ്മദാബാദിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് കേരള പോലീസ് ഈ രണ്ടുപേരെ ഇവിടെ കേരളത്തിൽ എത്തിച്ചത്. അവിടുത്തെ ഒരു സമാനമായ തട്ടിപ്പ് കേസിൽ അവർ റിമാൻഡിലായിരുന്നു. അങ്ങനെയാണ് ഇവർ അറസ്റ്റ് ആയ വിവരം മനസ്സിലാക്കുകയും കേരള പോലീസ് ഇവിടെ നിന്ന് ഗുജറാത്തിലെത്തി രണ്ടുപേരെ കേരളത്തിൽ എത്തിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് രണ്ടുപേരെയും ചേർത്തല കോടതിയിൽ ഹാജരാക്കിയത്. പ്രധാനമായും പോലീസ് മുന്നോട്ട് വെച്ചത്, അതായത് ഇവർ അന്താരാഷ്ട്ര കുറ്റവാളികളാണ്, നിരവധി ഓൺലൈൻ തട്ടിപ്പ് കേസുകളിൽ പ്രതികളാണ്, കോടിക്കണക്കിന് രൂപ ആളുകളിൽ നിന്ന് തട്ടിയെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ആ പോലീസിന്റെ ആ വാദം പരിഗണിച്ച കോടതി 8 ദിവസത്തേക്കാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വിട്ടത്. പോലീസിന്റെ മുന്നിൽ വലിയ വെല്ലുവിളിയാണുള്ളത്. കാരണം ഈ കേസ് നേരത്തെ 5 പേരെ, മലയാളികളായ 3 പേരെയും 2 ഇതര സംസ്ഥാനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തായ്വാൻ സ്വദേശികളായ, തായ്വാൻ പൗരന്മാരായ പ്രതികളിലേക്കും എത്തിയത്. ഇനി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് ഈ തട്ടിപ്പിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ. കാരണം ഇവരുടെ അതായത് ഇവരെ അഹമ്മദാബാദ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് സമാനമായ രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പിന്. ആ കേസിൽ 2 പേർ കൂടി ഇവരോടൊപ്പം അറസ്റ്റിലായിരുന്നു. ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ഈ കേസിൽ പങ്കുണ്ടോ, ഒപ്പം തന്നെ ഇവർ കേരളത്തിലെ മറ്റേതെങ്കിലും കേസുകളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, ഒപ്പം ഇവർ സമ്പാദിക്കുന്ന പണം എവിടേക്കാണ് വക മാറ്റിയിരിക്കുന്നത്, ഇക്കാര്യങ്ങളൊക്കെ പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ദിവാശിയുടെ അടക്കം സഹായത്തോടുകൂടിയായിരിക്കും വരും ദിവസങ്ങൾ ഇവരെ ചോദ്യം ചെയ്യുക. ചേർത്തല സ്വദേശികളായ ഡോക്ടർ ദമ്പതികളുടെ പക്കൽ നിന്നാണ് 7,65,00,000 രൂപ തട്ടിയെടുത്തത്. അതായത് ഓഹരി വിപണിയിൽ വലിയ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു ഇവരുടെ നിന്ന് പണം വാങ്ങിച്ചത്. 1 വർഷം എടുത്താണ് ഇത്രയും തുക ഇവർ കൈക്കലാക്കിയത്. ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് കേസാണിത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കേസിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും കേസുകളിലൊക്കെ ഇവർ ഉറപ്പായും തീർച്ചയായും മുൻപ് ഉണ്ടായിട്ടുള്ള കേസുകളിലും ഒക്കെ ഈ തായ്വാൻ പൗരന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും 8 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങും. മാത്രമല്ല കേരളം കണ്ട ഏറ്റവും വലിയ കേസാണ് പറഞ്ഞ ഓൺലൈൻ തട്ടിപ്പ് കേസാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കൂടി ഇനിയും പുറത്തു വരേണ്ടതുണ്ട്.